ബഹുമാന്യരെ, ആദ്യമായി മീഡിയ വൺ ബിസിനസ് കോൺക്ലേവ് 2026 എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ബിസിനസ് രംഗത്തെ വെല്ലുവിളികൾ, സാധ്യതകൾ, പാരസ്പര്യം എന്നിങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള ആശയങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഈ നിലയിൽ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചതിൽ മീഡിയ വൺ ബന്ധപ്പെട്ട ഏവരെയും ഹാർദമായി അഭിനന്ദിക്കുന്നു. ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനം വികസനത്തിൻ്റെ പടവുകൾ ഓരോന്നായി കയറുകയാണ്. ഇപ്പോൾ ഇതിനു മുന്നേ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ ബിസിനസ് രംഗത്തു നിന്നുള്ളവരും ഭരണകർത്താക്കളുമൊക്കെ തന്നെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, ചർച്ചകൾ നടത്തിയിരുന്നു. അതിൽ നിന്നൊക്കെ നമുക്ക് ബോധ്യമാകുന്ന കാര്യം ഒരു ഭാവി കേരളം മികച്ച നിലയിലേക്ക് ഉയരുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ കേരളത്തിൻ്റെ ഭാവി ഏറ്റവും മികച്ചതായി മാറുന്നതിൽ ബിസിനസ് രംഗത്തിന് ഒട്ടനവധി ചുവടുവയ്പ്പുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഭംഗിയായി നടക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കേരളം കൂടുതൽ പ്രബുദ്ധമാണ്. കേരളം വിദ്യാസമ്പന്നതയുടെ കാര്യത്തിൽ, അതുപോലെ എല്ലാ വിധത്തിലുള്ള വിഭവങ്ങളുടെയും മനുഷ്യ വിഭവങ്ങളുടെയും കാര്യത്തിൽ സമ്പുഷ്ടമാണ് എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും വർത്തമാനകാലത്തെ യാഥാർത്ഥ്യങ്ങൾ ഒട്ടനവധിയാണ്. അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്പോൾ 2 മില്യൺ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു. 3 മില്യൺ സ്കിൽ ഡെവലപ്മെൻറ്റ്, നൈപുണി വികസനം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു. താഴെത്തട്ടിലുള്ള വിഭാഗങ്ങൾക്കൊക്കെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലയിൽ അവരുടെ ജീവിതം മികവുറ്റതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതുപോലെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്തും ഉൾപ്പെടെ സമസ്ത മേഖലകളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള വികസന താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ തന്നെ വരുമ്പോൾ വാസ്തവത്തിൽ സമ്പത്തിൻ്റെ ഉൽപ്പാദനം പരമപ്രധാനമായ ഒന്നായി മാറുന്നുണ്ട്. സമ്പത്തിൻ്റെ ഉൽപ്പാദനം പ്രധാനമായി മാറുന്നു എന്ന് വരുമ്പോൾ പണത്തിൻ്റെ ചംക്രമണം അല്ലെങ്കിൽ മണി സർക്കുലേഷൻ വളരെ വേഗതയാർജിക്കേണ്ട ഒന്നായി മാറുന്നു. വെലോസിറ്റി ഓഫ് മണി, മണിയുടെ അല്ലെങ്കിൽ പണത്തിൻ്റെ ആവേഗം വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഏതൊരു സമ്പദ് വ്യവസ്ഥയിലും വളരെ പ്രധാനമാണ്. കേരളം പോലുള്ള അതിവേഗം കുതിക്കുന്ന സംസ്ഥാനത്ത്, വികസന രംഗത്ത് കുതിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തിന് സമ്പത്തിൻ്റെ ഉൽപ്പാദനം കൂടുതൽ ക്രമപ്പെടുത്തേണ്ടതിൻ്റെയും അതിൻ്റെ ആവേഗം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെയും അനിവാര്യത നമുക്ക് തീർച്ചയായിട്ടും ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് പണചംക്രമണം അല്ലെങ്കിൽ മണി സർക്കുലേഷൻ ഒക്കെ തന്നെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ വലിയ പങ്കാണ് വഹിക്കാനുള്ളത്. കേരളത്തിൻ്റെ ഒരു ധനകാര്യ സ്ഥാപനം എന്നുള്ള നിലയിൽ KSFE പോലുള്ള സ്ഥാപനങ്ങൾ വാസ്തവത്തിൽ ആ ഒരു ദൗത്യം വളരെ ഭംഗിയായി ഏറ്റെടുത്ത് നടപ്പാക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഈ ഒരു കോൺക്ലേവിൻ്റെ മുന്നിലേക്ക് എനിക്ക് സമർപ്പിക്കാനുള്ള ഒരു ആശയം. ഇപ്പോൾ സാധാരണഗതിയിൽ ചിട്ടി പോലുള്ള ഉൽപ്പന്നങ്ങൾ പരമ്പരാഗതമായി കേരളീയർക്ക് പരിചയമുള്ളതാണെങ്കിൽ പോലും അതിൻ്റെ പുനരാവിഷ്കാരങ്ങൾ, അത് ആധുനിക സാങ്കേതിക വിദ്യയെ കോർത്തിണക്കിക്കൊണ്ട്, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നിലയിലുള്ള ഉൽപ്പന്നങ്ങളായി ഇതിനെ മാറ്റിക്കൊണ്ട്, മൂല്യവർദ്ധിതമായി മാറ്റിക്കൊണ്ടൊക്കെ തന്നെ ചിട്ടി ഉൽപ്പന്നങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള നിക്ഷേപങ്ങൾ, വായ്പകളൊക്കെ തന്നെ KSFE അണിനിരത്തുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ് രാജ്യത്തെ തന്നെ സ്ഥാപനങ്ങളുടെ, ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടയിൽ KSFE എന്നുള്ള സ്ഥാപനം ഉയർത്തിയെടുക്കുന്നത് ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു അനുഭവമാണെന്ന് തന്നെ പറയാം. ഇപ്പോൾ 1 ലക്ഷം കോടി രൂപയുടെ ഒരു മഹത്തായ ബിസിനസ് ലക്ഷ്യം KSFE കൈവരിച്ചപ്പോൾ ലോകമാകെ ശ്രദ്ധിക്കുകയായിരുന്നു.
സാധാരണ ബാങ്കോ ബാങ്കേതര ധനകാര്യ സ്ഥാപനങ്ങളോ എന്നുള്ള നിലയിൽ മാത്രം ഇത്തരം വലിയ നേട്ടങ്ങളെ കൈവരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നതെങ്കിൽ മിസലേനിയസ് നോൺ ബാങ്കിങ് കമ്പനികൾ എന്ന ഒട്ടും അറിയപ്പെടാത്ത ഒരു വിഭാഗത്തെ അതിൻ്റെ അസ്തിത്വം നിലനിർത്തുന്ന നിലയിൽ ഉയർത്തിയെടുക്കുന്ന നിലയിൽ KSFE 1 ലക്ഷം കോടിയിലേക്ക് എത്തിച്ചു എന്ന് കണ്ടപ്പോൾ ദേശീയ തലത്തിലുള്ള ഒട്ടനവധി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ സംവിധാനങ്ങളൊക്കെ തന്നെ KSFE അംഗീകരിക്കുകയായിരുന്നു. ഒട്ടനവധി അംഗീകാരങ്ങളിലൂടെ സ്വദേശി സമ്മാനം, ബിസിനസ് വേൾഡ് സമ്മാനങ്ങൾ ഉൾപ്പെടെ അവാർഡുകൾ ഉൾപ്പെടെ KSFEക്ക് ലഭ്യമായി എങ്കിൽ KSFE ഈ നിലയിൽ ചില പ്രവർത്തനങ്ങൾ പുതുതായി കാഴ്ചവെച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയമായി സമ്പത്തിൻ്റെ ഉൽപ്പാദനം, അതിനെ ത്വരിതപ്പെടുത്തുന്ന നിലയിലുള്ള പണചംക്രമണത്തിൻ്റെ ഒരു ആവേഗം കൂട്ടൽ ഇത് വളരെ ഭംഗിയായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ ഇന്നത്തെ പൊതുസമൂഹം സാമ്പത്തിക രംഗത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള തട്ടിപ്പുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. നമ്മുടെ സംസ്ഥാനത്ത് പോലും ഉന്നത ശ്രേണിയിൽ ഉൾപ്പെടെ ഉള്ളവർ പോലും സാമ്പത്തിക രംഗത്തുള്ള തട്ടിപ്പുകൾ, സൈബർ തട്ടിപ്പുകളൊക്കെ തന്നെ നിരന്തരം വിധേയമായി കൊണ്ടിരിക്കുന്നു. അതിൻ്റെ തട്ടിപ്പുകൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ KSFE പോലുള്ള സ്ഥാപനങ്ങൾ അതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ സവിശേഷതകൾ ശരിയായ വണ്ണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നല്ല നിലയിൽ അതിൻ്റെ ഗുണഭോക്താക്കളാകാൻ ഇടപാടുകാർ എത്തിപ്പെടുമ്പോൾ, അഥവാ നിക്ഷേപകരാണെങ്കിൽ നിക്ഷേപങ്ങൾക്ക് മികച്ച നിലയിലുള്ള ആദായം ലഭ്യമാകുന്നു, പണം ആവശ്യമുള്ളവർക്ക് ഏറ്റവും മിതമായിട്ടുള്ള പലിശ നിരക്കിൽ അല്ലെങ്കിൽ പലിശ ഇല്ലാതെ തന്നെ ചിട്ടിപ്പണം ലഭ്യമാകുന്നു എന്നുള്ള നിലയിലൊക്കെ തന്നെ കാര്യങ്ങൾ മാറുമ്പോൾ, ഇതുപോലുള്ള നിയതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ അഥവാ പൊതുമേഖലയിലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ, KSFE പോലുള്ള ഉദാത്തമായിട്ടുള്ള സ്ഥാപനങ്ങൾക്കാണ് ഈ നിലയിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ യഥാർത്ഥ അളവിൽ അർത്ഥത്തിൽ നിറവേറ്റാൻ കഴിയുക എന്ന് വരുന്നു. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ജനങ്ങൾ ഈ നിലയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്നും തീർച്ചയായിട്ടും അവർ വളരെയധികം മോചിതരാകുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നു. മറ്റൊരു വിഷയം, KSFE പോലുള്ള സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഒക്കെ തന്നെ പുനരാവിഷ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും കൂടുതൽ മികച്ച നിലയിലേക്ക് ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും എത്തിക്കുമ്പോൾ പുതിയ തലമുറയാകട്ടെ പഴയ തലമുറയാകട്ടെ തലമുറ ഭേദമന്യേ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലകളിൽ ഇത്തരം സ്ഥാപനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച സമ്പത്തിൻ്റെ ഉൽപ്പാദനം, പണചംക്രമണത്തിൻ്റെ വേഗത വർദ്ധിക്കൽ, നിക്ഷേപ അവസരങ്ങളെ പരിപൂർണമായും ഉപയോഗപ്പെടുത്തൽ, ആദായകരമായ നിലയിലാകട്ടെ പണലഭ്യത കൃത്യമായി ഉറപ്പുവരുത്തുന്ന കാര്യത്തിലാകട്ടെ, ബിസിനസ് രംഗത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള പ്രവർത്തന മൂലധനം സൃഷ്ടിക്കുന്ന കാര്യത്തിലാകട്ടെ ഒക്കെ തന്നെ ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങൾ വലിയ നിലയിൽ അതിൻ്റേതായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. തീർച്ചയായിട്ടും ഭാവി ബിസിനസ് രംഗം ഉയർത്തിയെടുക്കുന്നതിന് ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ വളക്കൂറുള്ള മണ്ണ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി കേരള സമൂഹം ഒന്നാകെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം ബിസിനസ് കോൺക്ലേവുകൾ അത്തരത്തിലുള്ള ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കട്ടെ, അത് വിതരണം ചെയ്യട്ടെ. പൊതുസമൂഹം ഒന്നാകെ കൂടുതൽ മികവോടുകൂടി പൊതുമേഖലയെ ശക്തിപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലെ ശരിയായ സംരംഭങ്ങളെയൊക്കെ തന്നെ ഉയർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കട്ടെ. കൃത്യമായിട്ടുള്ള അളവിൽ സമ്പത്തിൻ്റെ ഉൽപ്പാദനവും വിതരണവും കൃത്യമായി നടപ്പാകട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള ആശയങ്ങൾ കൂടി ഇത്തരം ബിസിനസ് കോൺക്ലേവുകളിലൂടെ ഉയർന്നു വരട്ടെ. എല്ലാവിധ ആശംസകളും മീഡിയ വണ്ണിനും മീഡിയ വൺ ബിസിനസ് കോൺക്ലേവ് 2026നും KSFEയുടെ പേരിൽ ആശംസിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള അവസരങ്ങൾ, കോൺക്ലേവുകൾ, ചർച്ചകൾ, സംവാദങ്ങളൊക്കെ തന്നെ ഉയർത്തിയെടുക്കുന്നതിന് വേണ്ടി മീഡിയ വണ്ണിന് കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.